ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് മട്ടൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കണ്ടു നോക്കുക. അപ്പോൾ അതിലേക്കുള്ള ചെറിയ ഉള്ളി, വലിയ ഉള്ളി, അതുപോലെ തന്നെ തക്കാളി, പച്ചമുളക് ഒക്കെയാണത്. അപ്പോൾ ഇതാ മട്ടൻ ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അപ്പോൾ നമുക്ക് കുക്കിംഗ് തുടരാം. അപ്പോൾ ഇതുപോലെ മൺചട്ടിയിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ആദ്യം. അത് ചൂടായതിന് ശേഷം കുറച്ച് വലിയ ജീരകം, അതുപോലെ തന്നെ കുറച്ച് ഉലുവ, ഇതൊക്കെ കൂടെ ഒന്ന് പൊട്ടിച്ചെടുക്കാം. ശേഷം നമുക്കിതിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ശേഷം നമുക്കതിലേക്ക് സവാളയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ചെറിയ ഉള്ളി സവാളയും കൂടെ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പുറത്ത് അടുപ്പിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്കിതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതാ ഏകദേശമൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. ഒന്ന് മൂടിയിട്ട് കൊടുക്കാം അതിന്. എന്നിട്ട് തുറന്നതിന് ശേഷം ഒന്നും കൂടെ ഇളക്കി കൊടുത്തിട്ട് ആണിത് മൂപ്പിച്ചെടുക്കാൻ, ഒന്ന് വഴറ്റിയെടുക്കാൻ. ഇനി നമ്മൾ ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നതിന് ശേഷം പച്ചമുളക്, കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കാം. മൂടി വെക്കാം. വീണ്ടും ഇതുപോലെ തുറന്ന് ഇളക്കി കൊടുക്കുക. നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി. മുളക് പൊടി കുറച്ച് തന്നെ ഇട്ട് കൊടുക്കണമല്ലോ, കാരണം നമുക്കിതൊക്കെ കുരുമുളക് പൊടിയാണ് ടേസ്റ്റ്. അപ്പോൾ അതാണ് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ കുരുമുളക് ഇതുപോലെ ക്രഷ് ചെയ്തതിന് ശേഷമാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കൂടെ മിക്സ് ആക്കിയിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. അപ്പോൾ ഏകദേശമൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. എന്നതിന് ശേഷമാണ് തക്കാളി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. തക്കാളി എല്ലാം വഴന്ന് വന്ന് ലാസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കൂടി നല്ലോണം ഇളക്കി കൊടുക്കുക. അപ്പോൾ പോരാത്തേക്ക് കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി മൂടി വെച്ചിട്ട് ഒന്നും കൂടെ വേവിച്ചെടുക്കാം. ഇനി ഇതുപോലെ ഇതിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. കുറച്ചും കൂടെ കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് നല്ലോണം വഴറ്റിയെടുക്കുക. ഒന്ന് മൂടി വെക്കാം. മൂടി തുറന്നതിന് ശേഷം ഇതുപോലെ നമുക്ക് മട്ടൻ ഇറച്ചി ഇട്ട് കൊടുക്കാം. നല്ല ഇളക്കി മിക്സ്ഡ് ആക്കിയെടുക്കുക. നല്ലതുപോലെ നമുക്ക് നല്ല മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ നല്ലോണം ഇളക്കി നല്ല മിക്സാക്കിയതിന് ശേഷം നമുക്കിത് മൂടി വെക്കാം. അപ്പോൾ അതിന് ശേഷം നമുക്ക് മൂടി ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നല്ല തന്നെ ഇതുപോലെ തന്നെ ഒന്ന് മിക്സാക്കി എടുക്കാം. വെള്ളമൊന്നും വറ്റിയിട്ടില്ല. അപ്പോൾ ഒന്നും കൂടെ നമുക്ക് ഇതുപോലെ തന്നെ മൂടി വെക്കാം.
അപ്പോൾ ഇത് ഏകദേശം മട്ടൻ കറിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാ നമുക്കിത് പാത്രത്തിലേക്ക് വിളമ്പാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയൊരു മട്ടൻ കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇതാ ചപ്പാത്തിൻ്റെ കൂടെയും അതുപോലെ തന്നെ പൊറോട്ടൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ ഒക്കെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ, അസ്സലാമു അലൈക്കും.